ലൈക്ക്. അത് കഴിഞ്ഞ് അതായത് നമ്മുടെ എടാ വായിടി മുത്തേ 100 പടച്ചോനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ അതിനേക്കാളും ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് സ്പെഷ്യൽ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാർക്ക് ഫുഡും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഞാനിതൊരു ചോറ് കഴിച്ചില്ല, സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. ചോറ് ഞാൻ കഴിച്ചില്ല, എല്ലാവരും കഴിച്ചു. 2 ദിവസം ഇവിടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് അവിടുന്ന് ഇവിടുന്ന് എടുക്കാനാണ്, നമുക്ക് എല്ലാവരും കൊടുക്കണം. ഇത്രയും നാള് ഒരുപാട് നന്ദിയുണ്ട്. ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. ഹലോ ഗൈസ്, ജാലോന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും. ഗൈസ് പാരാത്രി 12 മണിയാകാനായി. 12 മണിയാകാനായപ്പോഴാണ് വീഡിയോയ്ക്ക് സാധനം പറഞ്ഞത്. ഇവിടെ ആരും ഇന്ന് ഉറങ്ങുന്നില്ല കേട്ടോ, അല്ലേ? പുന്നേന്ന് ഉറങ്ങുമോ? 2 ദിവസം ഉറങ്ങോടി. ഇപ്പഴാ ഇത്ര നേരം ഞങ്ങൾ നോക്കിയിരിക്കുന്നത്. ചോറ് കഴിച്ചോണ്ടിരിക്കാം. ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ നോക്കുവാണ്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ അറിയത്തില്ല. അതിൻ്റെ അകത്ത് ചളതിരിഞ്ഞാ കാണുന്നത്. കേക്ക് മുറിക്കാൻ പോവാ. അപ്പൊ നമ്മുടെ യൂട്യൂബ് ഫാമിലി 1 lakh ആകാൻ പോവാണ്. പക്ഷെ 8ന്റെ പണി കിട്ടിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാതിരാത്രി 12 മണി ആയപ്പോഴാണ് നമുക്ക് ഏകദേശം 99,954 സബ്സ്ക്രൈബേഴ്സ് ആയി. കേക്ക് മുറിക്കുന്നത്. അപ്പൊ ഇത്ര കത്തി ഞാൻ എടുത്തു തരാം, നീ അവിടെ ഇരി. ഈ പൊട്ടനെ കൊണ്ട് എനിക്ക് പറ്റത്തില്ല സാക്കിടു. അപ്പൊ ഗൈസ് നമ്മളിപ്പം ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് പകലാണെങ്കിൽ പെട്ടെന്നുണ്ടാവും. പക്ഷെ ഈ രാത്രിയിലാണ് ഇന്ത്യയിലുള്ള ആരും ഈ സമയത്ത് എണീറ്റിരിക്കുന്ന സമയമല്ല, ഈ 12 മണി 12 എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഈ സമയത്ത് സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഉണ്ടാവില്ല. ഇപ്പം ഈ സമയത്തെ കൗണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്തുള്ള ആൾക്കാരുടെ കൗണ്ടാണ് വരിക, സബ്സ്ക്രൈബേഴ്സ് വരിക. അപ്പോൾ അത് കുറച്ച് ലോ ആയിരിക്കും, സ്പീഡ് കുറവായിരിക്കും സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എത്ര മണി വരെ ഒരു 40 സബ്സ്ക്രൈബേഴ്സ് കൊണ്ടായ നമുക്ക് നമ്മുടെ 1 lakh ആയി. പക്ഷെ അത് ഏത് സമയം വരെ ഇരിക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ അതിനേക്കാളും ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ദിവസം നമുക്ക് സ്പെഷ്യൽ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് നാളെ നമ്മൾ മെഡിക്കൽ കോളേജിലുള്ള ആൾക്കാർക്ക് ഫുഡും കൂടെ കൊടുക്കുന്നുണ്ട് അല്ലേ ദിവസേ. നമ്മൾ നാളെ മെഡിക്കൽ കോളേജിലുള്ള കൂട്ടിരിപ്പുകാർക്കുള്ള ഫുഡ് നമ്മളല്ല കൊടുക്കുന്നത്, അത് നമ്മുടെ ഒരു സംഘടനയാണ്. അപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർ കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ വീട്ടിൽ നിന്ന് ഇങ്ങനെ ശേഖരിച്ചിട്ടാണ് അവർ ഫുഡ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് ഭാഗവാക്കാവുകയാണ്. അതും ഈ സന്തോഷമുള്ള സമയത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അതിനുള്ള ചോറുണ്ടാക്കലും കറി ഉണ്ടാക്കലും കൂടെ നമുക്കിപ്പോൾ രാത്രി ചെയ്യണം. നമ്മൾ ചോറുണ്ടാക്കണം, നമുക്ക് കറി ഉണ്ടാക്കണം, തോരൻ വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഇന്ന് രാത്രി ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മുടെ കൗണ്ട് എന്തായി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഭയങ്കര ഒരു ത്രില്ലിംഗ് ആണ് ഞങ്ങൾ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏറ്റവും ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇത് 54 എന്നുള്ളത് 56 ആയിട്ടുണ്ട്. നമ്മളെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ ആ ഒരു ഡ്രീം ശരിക്ക് ഫുൾഫിൽ ആകുന്ന ദിവസമാണ് ഇന്ന് സത്യം പറഞ്ഞാൽ. എങ്ങനെ പറഞ്ഞറിയിക്കണമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങളുടെ വീട് ഇതാ കുഞ്ഞു വീടാണ്, നമ്മുടെ കാര്യങ്ങൾ ഇതാണ്. പിള്ളേരെല്ലാം കിടന്ന് ഓടി നടന്ന് കളിക്കുക. സാറിന് അവർ ഈ സമയത്ത് കിടന്ന് ഉറങ്ങേണ്ട സമയം, പക്ഷെ അവർക്ക് ഇത് 57 ആയി. കിടന്ന് ഉറങ്ങേണ്ട സമയമാണ്. പക്ഷെ അവരാരും ഉറങ്ങുന്നില്ല. കാരണം അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാലും അവർ കേക്ക് മുറിക്കുന്നുള്ള ഒറ്റ വിചാരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. സംഭവം നമ്മൾ കേക്ക് മേടിച്ചിട്ട് കാറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ട്, ഉറുമ്പൊക്കെ കയറി പോയി വെച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഉച്ചയാകുമ്പോഴേക്കും നമുക്ക് ഈ ഉച്ചയൊക്കെ ആവുന്ന സമയത്തേക്ക് ഞാൻ കൗണ്ട് വരും എന്നുള്ള രീതിയിലാണ്, അതായത് 1 lakh ആവുന്ന രീതിയിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ ഗൈസ് യൂട്യൂബ് ചതിച്ചു, ഞങ്ങളുടെ വ്യൂ കുറച്ച് കളഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കുറഞ്ഞുകൊണ്ട് നമുക്ക് ആയിട്ടില്ല. അപ്പം നമ്മളിങ്ങനെ നോക്കിയിരിക്കുവാണ്. അപ്പോൾ ഇത് വേണ്ടി നോക്കിയിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, ചോറുണ്ടാക്കണം, നാളത്തേക്കുള്ള മെഡിക്കൽ കോളേജിലേക്കുള്ള സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്യണം. അപ്പോൾ എന്തായാലും ഗൈസ് ഇനിയിപ്പം 57 ആയിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു അടുപ്പിച്ചാകുന്ന സമയത്ത് ഇനി വരാം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചോറിൻ്റെ പരിപാടിയാണ് കേട്ടോ. ഞാനിതൊരു ചോറ് കഴിച്ചില്ല, സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. ചോറ് ഞാൻ കഴിച്ചില്ല, എല്ലാവരും കഴിച്ചു. 2 ദിവസം ഇവിടെ നിന്ന് പാത്രം കഴിക്കൊണ്ടിരിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്.
എന്താ പറഞ്ഞാലും അതിനിടയ്ക്ക് നമ്മൾ നാളെ ഞാൻ പറഞ്ഞില്ല മെഡിക്കൽ കോളേജ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചോറ് വെക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ആവും പരിപാടിയെല്ലാം കഴിയുമ്പോൾ. അപ്പം ചോറ് വെക്കും. ഇന്ന് രാത്രി നമുക്ക് ഉറക്കില്ല കേട്ടോ. ചോറ് വെക്കുന്നുണ്ട്. അതാ തക്കടും പുന്നരയും കൂടെ താണ്ട് അവിടെ കുത്തിയിരിക്കുന്നുണ്ട്. എടാ അത് ആദ്യം ഇത് കളിച്ചു കഴിഞ്ഞാൽ ഗെയിം അല്ല, പാസ്വേഡ് അടിച്ചടിച്ച് സംഭവം ലോക്കായി പോകും. ഗൈസ് 900 നിങ്ങൾക്ക് കാണാലോ ഉണ്ടോ, 975 ആയി കേട്ടോ. നമ്മുടെ അതങ്ങോട്ട് സൂം ആയി കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. 975 നമ്മുടെ കൗണ്ട് കേട്ടോ. അപ്പൊ ഗൈസ് നമ്മൾ വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് കട്ട വെയിറ്റിംഗ് ആണ്. ഞാൻ കേക്കെല്ലാം എടുത്ത് കാറിൽ വെച്ച് ഇങ്ങനെ കാത്തിരിക്കുക. തക്കിരി കിടന്ന് ഉറങ്ങി പോയി കേട്ടോ. നോക്ക്. ഓ, ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂർ പോകുന്ന സമയത്തായിരുന്നു ഇങ്ങനെ ഉറക്കം വേണ്ടത് അല്ലേ ദിവസേ. പിറ്റേ ദിവസം നമ്മൾ ടൂർ പോകുന്നെങ്കിൽ സത്യം നിങ്ങൾക്ക് അനുഭവം പറയണം. കാരണം വെച്ചാൽ നമ്മൾ പിറ്റേ ദിവസം നമ്മൾ ടൂർ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രി ഉറക്കം വരില്ല. ചെറുപ്പത്തിലാണ് 4ാം ക്ലാസ് 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ ടൂർ പോകുന്ന സമയത്ത് സ്കൂളിൽ നിന്ന് പിറ്റേ ദിവസം രാത്രി ഉറക്കം വരൂല. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അതേ അവസ്ഥയാണ്. ഇങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഇത് പരിപാടിക്ക് നമ്മൾ കേക്ക് മുറിക്കുന്നത് അല്ലാണ്ട് തന്നെ നമുക്ക് ഒരു 2 പൊതി ചോറ് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന അതൊരു വേറെ സന്തോഷമാണ് കേട്ടോ. അതിപ്പോൾ എല്ലാ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന പ്രത്യേകം ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണ്, എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, ഞങ്ങളും ചെയ്യുന്നതാണ്. പക്ഷേ ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ഈ പൊതിച്ചോറും നമ്മുടെ ഇന്നത്തെ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഈ ഒരു കൗണ്ടുമായിട്ടൊന്നൊരു ബന്ധമൊന്നുമില്ല. പക്ഷേങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇത് ചെയ്യാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമുണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ സൂത്രം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നമ്മുടെ സംഭവം എടുത്ത് പുറത്ത് വെക്കേണ്ട സമയമായി. പുന്നരൻ തക്കടും നാണ്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കാറ് തുറന്നു കഴിഞ്ഞാൽ എന്തുവാ തക്കടു അതുകൊണ്ട് നമ്മുടെ പപ്പ എടുക്കാം. അങ്ങനെ വലിച്ചെടുക്കല്ലേ, മെല്ലെ എടുക്കാം. ആയില്ല കേട്ടോ, അടക്കല്ലേ, കൈ ഓക്കെ. അപ്പോൾ നമ്മുടെ 1 ലാഖിൻ്റെ മുതലാണ് ഈ കിടക്കുന്നത്. കേക്ക് മുറിക്കാനായില്ല, പപ്പ പറയുമ്പോൾ മുറിക്കാം കേട്ടോ. അതാ പപ്പ എടുക്കാൻ ഞാൻ നേരത്തെ എടുത്തു നോക്കാം. ഇതാടാ ആയി വരുന്നു 86. ഇവിടെ എടുത്തു വെക്കാം. ഗൈസ് സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീഡിയോ കാണുന്നവർക്ക് ആർക്കും ബോറടിക്കണ്ട. സംഭവം നമ്മളിങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 990 ആയി കേട്ടോ. ഉണ്ടോ വേണ്ട ചേച്ചി കൊടുക്കാം, മമ്മി കൊടുക്കും. പിന്നെ ഉണ്ടൂസ് ആണ്ട് അവിടെ നമ്മുടെ വേണമെങ്കിൽ നമുക്ക് പയറ് മെഴുക്കുവരട്ടി വെക്കാനുള്ള ഉണ്ടൂസ് ഇതാ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണേ. പിന്നെ അപ്പുറത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കത്തിനുള്ള കാര്യങ്ങളിങ്ങനെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇതും ചെയ്യുന്നുണ്ട് കേട്ടോ. ഭയങ്കര സർപ്രൈസ്. 2ാമത് അടിയാണ് കേക്കിന് വേണ്ടി. ഞാൻ കേക്ക് എടുത്ത് പെട്ടീനെ മുകളിൽ വെച്ചാൽ ഇപ്പം തന്നെ അത് മൊത്തം പൊടിച്ച് നാശമാകും. ഗൈസ് എനിക്കൊരു രക്ഷയുമില്ല. ഒറ്റൊരാൾ, ആരാണ് ആ ഭാഗ്യവാൻ? തക്കടു പുനരെ കേക്ക് മുറിക്കടാ മുത്തേ. തക്കടു ഗൈസ് ഒറ്റൊരാള് കൂടെ. സമയം ഞാൻ നോക്കട്ടെ. സമയം 12:12. ആ കേക്ക് മുറിക്കാൻ പോവാ നമ്മള്. ഇതാ എടുക്കാൻ പോവാ. കേക്ക് എടുക്കടി കൊണ്ട് ദിവസേ. അത് ഇത് 1 ലാഖ് സബ്സ്ക്രൈബർ ആവുന്ന സമയത്ത് ഉണ്ടൂസ് കാണിക്കുന്ന പണി കണ്ടോ, തൂത്തോണ്ടിരിക്കുക. തക്കട് വേണേ കേക്ക് വേണമെന്ന് പറയുന്നു. നമ്മുടെ തക്കരി കിടന്ന് ഉറങ്ങുന്നു. ഗൈസ് എന്താണ് ഗൈസ് ഒരാൾ വരാത്ത എന്താണ് ഗൈസ് ഇത്ര നേരമായിട്ട്? ഇത് രാത്രി 12:15 സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് തീരെ കുറവാണ് കേട്ടോ. അയ്യോ സത്യം പറയാനാ നമ്മുടെ ഈ ഒരു 10 മണി വരെയിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നതാണ് കേട്ടോ. ആവും പറഞ്ഞോണ്ട്. എനിക്ക് വയ്യേ, അയ്യോ എനിക്ക് വയ്യ. ഇതിന്റെ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കണം കേട്ടോ. നമുക്ക് ഇനിയിപ്പോ 1 കോടി സബ്സ്ക്രൈബേഴ്സ് ആയാലും ഈ നിമിഷത്തിന്റെ ആ ഒരു സന്തോഷം കിട്ടൂലല്ലേ. ആദ്യത്തെ 1 ലാഖ് ആകുന്നതിന്റെ സന്തോഷം. ഗൈസ് എന്താടാ ഇത്ര നേരമായിട്ട് വരാത്തത്? ഒരാളെന്താടാ വരാത്തെ? എടാ മുത്തുകളെ ആരെങ്കിലും ഒരാൾ വന്നിട്ട് അടിക്കടാ സബ്സ്ക്രൈബ്. ഓയോ ഇത്ര നേരമായിട്ട് പറന്ന് കയറിയിട്ട് നോക്കി. ഇപ്പം നോക്കി ഗൈസ്, ഇന്ന് രാവിലെ നോക്കുമ്പോൾ നമുക്ക് 98,000 സബ്സ്ക്രൈബേഴ്സ്. 1000 സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഒരു ദിവസം ഇന്ന് വന്നു കേട്ടോ.
തക്കോട് കേക്ക് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുക. എടി കേക്ക് എടുക്കടി, ആ മേശ എങ്ങനെ എടുക്കടി ഉണ്ടൂസേ, അതിന് മേലെ തൂക്ക്. അമ്മ ഉണ്ടൂസ് മേശ എടുക്കാൻ പോകാം. ഉണ്ടൂസ് അതിന് മേലെ തൂത്തിട്ട് ആ മേശ എങ്ങനെ എടുത്തോ. ഗൈസ് എന്താണ് ഗൈസ്, ഒരാളെന്താ വരാത്തെ? ആ പുന്നറ ഒറ്റയ്ക്ക് താണ്ട മേശ മുറിച്ചോണ്ട് വരുന്നു. ആ അതിങ്ങ എടുക്കടി, എടുത്ത് വെക്ക്. നീ ഇങ്ങ എടുത്തോ? ആ എടുത്ത് വെക്ക്, മാറ്റ്. നമ്മള് കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഗൈസ്. അമ്മച്ചിയൊന്നുമില്ല, അവിടെ എവിടെയാണ് അമ്മച്ചി ഇരിക്കുന്നത് പാരാത്രിയിൽ. ഗൈസ് 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 99,999 പഠിച്ചോനെ, ഒരാളെന്താ വരാത്തേ. നീ കേക്ക് എടുക്കടി ആദ്യം, അതിപ്പം വരും. വേഗം എടുക്ക്. ആ എന്നാലല്ലേ തൊട്ടേക്കരുത്, കേക്ക് തൊട്ടേക്കല്ലേ. ആ മുറിക്കുന്ന ആയില്ല. ആ കേക്ക്, അയ്യോ അവരുടെ സന്തോഷം കണ്ടോ. തക്കളത്തിന് മുന്നേക്ക് ഇവിടെ ഇതൊന്നും അല്ല നോക്കുന്നത്, അവരുടെ സന്തോഷം ഇതാണ്, കേക്ക്. ആ അത് കഴിഞ്ഞു, അതായത് നമ്മുടെ ഈടാ വായിടി മുത്തേ 100 പടച്ചോനെ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഗൈസ്. ഇപ്പോഴത്തെ സന്തോഷത്തിന് അതിലില്ല, ദോണ്ട കിടക്കുന്നു. നമ്മുടെ 1 ലാഖില് നമ്മുടെ സബ്സ്ക്രൈബർ, നമ്മുടെ കുഞ്ഞു ഫാമിലി. നമ്മൾ ഈ ചെറ്റക്കുടിലിൽ, ഞാനങ്ങനെ പറഞ്ഞ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ. നമ്മുടെ ഈ കുഞ്ഞു വീട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ 1 ലാഖ് സബ്സ്ക്രൈബേഴ്സ്. ഒരു പൈസ പോലും ചിലവാക്കണം. നമ്മൾ ഒരു സബ്സ്ക്രൈബറെ മേടിച്ചിട്ട്, നമ്മൾ വ്യൂ മേടിച്ചിട്ടില്ല, ഒന്നും വരും. നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത് തന്നെയാണ് ഞങ്ങളുടെ വിജയവും. അപ്പൊ നമ്മൾ കേക്ക് കാണാം ഇനി. ഹാപ്പി ബർത്ത്ഡേ അതെടുക്ക്, അത് അടിക്കടി ഗൈസ്. 100 അയ്യോ അടിച്ച് പോവല്ലേ, പുനര മാറ ആയില്ല, മുറിക്കാൻ ആയില്ല. ആ അതാറ്റ് ഗൈസ്, ഫോട്ടോ എടുക്കട്ടെ. 100K ജിജോസ് വ്ലോഗ് യൂട്യൂബ്. ആയില്ല അവിടെ നിക്കേ ഗൈസ്. ഇത് നിങ്ങൾ കാണണം. ഇതാണ് നമ്മുടെ സംഭവം, നോക്കിയോ ഗൈസ്. അങ്ങനെ നമ്മളെ 100K കേക്ക് മുറി നടത്താൻ പോവാണ്. ആ തുറന്നോ, കൈ മുറിച്ചോ. തക്കടും മുരയും കൊണ്ട് കേക്ക് മുറിക്കുന്നത് കേട്ടോ. മുറിക്കണം മുത്തേ. ആ മുറി. ആ ഇനി മമ്മി മുറിച്ച് തരും. ആ 12:30 സമയം 12:30. നമ്മുടെ കേക്ക് മുറി തക്കിരിക്ക് കൊടുക്കും. അതിനിടയ്ക്ക് തക്കിടും കണ്ട, അവൻ്റെ സ്നേഹം. അവൻ പോലും തിന്നാണ്ട് തക്കിരിക്ക് കൊടുക്കുന്നത് കേട്ടോ ഗൈസ്. ഞങ്ങളുടെ ഇതൊരു വല്ലാത്തൊരു നിമിഷമാണ്, പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ടോ, ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കൂട്ടിയിട്ടില്ല കേട്ടോ. നോക്കി 10,000, അത് 10,000 1 ലാഖേ തന്നെ നിൽക്കുവാണേ. 12:30 ആ ചിന്നടി മുത്തേ, അടിപൊളി. തക്കട് തിന്നെ, തക്കിരി കോക്ക്. ആ അക്കിരി കോത്തു. നിങ്ങൾക്കുള്ളത് അവിടുന്ന് ഇവിടുന്ന് എടുക്കണം, നമുക്ക് എല്ലാവരും കൊടുക്കണം. ഇത്രയും നാള് ഈ നിമിഷത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. നിങ്ങൾ ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ നിന്നിട്ട് ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പോ പുന്നര കേക്കൊക്കെ മാന്തി തിന്നാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാവരും കൊടുക്കണം. പുന്നരെ മാന്തി തിന്നത് ആ സൈഡിൽ നിന്ന് കഴിക്കാം കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോ ഇപ്പം മൈൻഡപ്പ് ചെയ്യാണ് അല്ലേ. വേറെ ഒന്നും ചെയ്യാതെ നമുക്ക് ചോറ് കെട്ടി വെക്കണം. നമ്മുടെ ഭക്ഷണമൊക്കെ നമുക്ക് റെഡിയാക്കി വെക്കണം. ഏകദേശം എല്ലാം റെഡിയായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കണം എന്നുള്ള നമ്മുടെ പരിപാടി. അപ്പോൾ ഇത്ര സമയം ആയതുകൊണ്ടും പിള്ളേരെ കിടത്തി ഉറക്കണ്ടോടെ നമ്മൾ ഇന്ന് പോവാണ്. നാളെ ഞങ്ങൾ വളരെ അടാറ് ഷോട്ടുമായിട്ട് വരും, വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ വായിന്ന് വരുന്നില്ല, സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നാളത്തെ വീഡിയോ കാണാം. അതുവരെ ബൈ.